ബാക്കി വന്ന ചോറും ഒരു മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലെയർ പൊറോട്ട തയ്യാറാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണ്ട അരച്ചെടുക്കാൻ. ഇതിലേക്ക് അതേ കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് വരെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓരോ ഉരുളകളാക്കി പരത്തിയെടുക്കാം. 2 ടേബിൾ സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. 10 പരകമേ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് കലക്കിയെടുത്ത ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പച്ചട്ടി ചൂടാക്കി തിരിച്ചും മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന്